ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ട്രാവലിംഗ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം ടു ഒമാനിലേക്ക് പോകുന്നതിൻ്റെ. അപ്പോൾ കണ്ടിട്ട് വായോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് ബിസിനസ് ക്ലാസ് ആയിരുന്നു. ആയിരുന്നു ബിസിനസ് ക്ലാസ്. പിന്നെ ഞങ്ങൾ എക്കണോമിക് ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നടന്നു പോയി ഞങ്ങളുടെ സീറ്റിൽ ഇരുന്നു. ഞങ്ങളുടെ 25 ആയിരുന്നു ഞങ്ങളുടെ സീറ്റ് നമ്പർ. അപ്പം ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവിടെ TV ഉണ്ടായിരുന്നു. നമ്മുടെ ഒമാൻ എയർ ഒരു നല്ലൊരു എയർ ഫ്ലൈറ്റ് തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ TV ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്രീ എയർപോർട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ TV ഒന്നും ഞങ്ങൾക്ക് വെക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല പോയത്. ഞാനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്നെ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അമ്മയെടുത്തും അനിയത്തി എടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പതിയെ ഫ്ലൈറ്റ് മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു നല്ല ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒമാൻ എയർ എന്ന് പറയുന്നത് ഫ്ലൈറ്റ്. പിന്നെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും സ്പീഡിലൊന്നും അല്ല പോയിക്കൊണ്ടിരുന്നത്, ചെറിയ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ അത് സ്പീഡാക്കിയതാണ്. അപ്പം കുറച്ച് സ്പീഡിൽ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പിന്നെ ഒമാൻ എയർ എന്നൊക്കെ എഴുതി TV-ക്ക് അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അനൗൺസ്മെൻറ്റ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമായിരുന്നു നമ്മുടെ TV-യിൽ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെന്ന്. എക്സ്പ്രസ് എന്ന് മാത്രമേ ഈ വീഡിയോയിൽ ക്ലിയർ ഉള്ളൂ. അങ്ങനെ ആ പ്ലെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒമാൻ എയർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നു. പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്പീഡിൽ പോയി. ഇത് ക്ലിയർ ഇല്ല ഗൈസ്, പക്ഷെ ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്യണമെന്ന് കരുതി. കാരണം ഇതിലാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ഉള്ളത്. പക്ഷെ ഇത് നന്നായിട്ടൊന്നും ക്ലിയർ അല്ല. ഇതിൽ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോയിട്ട് ഇങ്ങനെ പറക്കല്ലേ ചെയ്യുക. അപ്പോൾ എന്തോ ഈ ക്യാമറ എനിക്ക് പണി തന്നു ഗൈസ്. പിന്നെ ഓക്കെ ആയിരുന്നു ക്യാമറയ്ക്ക്. ഞാൻ പലവട്ടം ക്യാമറ തുടച്ചിട്ട് നോക്കി, പക്ഷെ അത് ക്ലിയർ അല്ല. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റ് പറക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ ഞാൻ ക്ലിപ്പ് ഓഫ് ചെയ്തിട്ട് ഓണാക്കിയപ്പോൾ കറക്റ്റായിരുന്നു. നമുക്കിങ്ങനെ താഴെ നിൽക്കുമ്പോൾ പച്ചപ്പും പിന്നെ നമ്മുടെ വീടൊക്കെ കാണാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ രാവിലെയാണ് കേട്ടോ പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ജാം ഉണ്ടായിരുന്നു. ജാം മിക്സ്ഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. ബണ്ണുണ്ടായിരുന്നു. കോഫി ഉണ്ടായിരുന്നു. പിന്നെ എഗ്ഗിൻ്റെ ഒരു നോൺ വെജാണ് പറഞ്ഞത്, അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കോഫിക്കകത്ത് 2 പാക്കറ്റ് ഷുഗർ ഉണ്ടായിരുന്നു. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ രണ്ടിലും. പിന്നെ ഒരു പൊടി പോലത്തെ ഉണ്ട്. അതും ഞാൻ ഫസ്റ്റ് ആ പൊടിയാണ് ഇട്ടത്, നമ്മുടെ പാൽപ്പൊടി കൂട്ടത്തിക്ക്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഞാൻ ചെയ്ത് പിന്നെ ഫുൾ ഇട്ട് കേട്ടോ. എന്നിട്ട് 2 പാക്കറ്റ് ഷുഗറും ഇട്ടിട്ടാണ് ഞാൻ കോഫി ആയിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അമ്മ ടീ ആയിരുന്നു. അപ്പം നമുക്ക് പിന്നെ ഫോർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടവൽ, എയർ ഫ്രഷ്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ഫുഡായിരുന്നു കേട്ടോ. ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു പാക്കറ്റിൽ തന്നെ കുറച്ച് വരത്തുള്ളൂ. അപ്പം മധുരത്തിന് വേണ്ടിയാണ് 2 പാക്കറ്റ് തന്നത്. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, പിന്നെ പെപ്സി, പിന്നെ 7up ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു. എഗ്ഗിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സോസേജ് ഉണ്ടായിരുന്നു. ഒരു ടൊമാറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ആ പൊട്ടറ്റോ ആണ് കഴിച്ചത്. പക്ഷേ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫോർക്കും മറ്റേ കത്തിയൊക്കെ എടുത്തിട്ട് നമ്മുടെ എഗ്ഗ് മുറിച്ച് കഴിച്ചു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. അതിൻ്റെ ഹാഫേ കഴിച്ചുള്ളൂ കേട്ടോ. എനിക്ക് വേണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊന്ന് കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും മതിയായി. അത് കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എനിക്ക് ഷോളിട്ട് ഞാൻ, കാരണം തണുക്കുന്നുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ വിൻഡോ ഒക്കെ അടച്ചു, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒമാനിൽ ലാൻഡായി കേട്ടോ. ഒമാനിൽ ലാൻഡായില്ല, ഒമാനിൽ നമുക്ക് കാണാമായിരുന്നു. ഇത് മരുഭൂമി കൊണ്ടാണ്, കടലപ്പുറത്തുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ടി വിയിൽ ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ ഈ മാപ്പൊക്കെ, ഫ്ലൈറ്റ് മാപ്പ്. അത് ഞങ്ങൾ നോക്കി ഇങ്ങനെ ഇവിടെയാണ്, നമ്മളിവിടെ എത്തി അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ ഉറങ്ങിയപ്പം അമ്മ എടുത്തതാണ്, അതാണ് കുറച്ച് ദൂരത്തിൽ നിന്ന് എടുക്കുന്നത്. പക്ഷെ എന്നാലും ക്ലിയറാണ് കേട്ടോ, മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മാപ്പ് ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ട്. മസ്കറ്റിലേക്ക് എത്തി. നമ്മൾ അവിടെ മേളിൽ കൂടി ഇങ്ങനെ പറക്കുകയാണ്. പിന്നെ അവിടെ എയർപോർട്ടിൻ്റെ സ്ഥലമല്ലേ, അവിടെ ഒന്ന് ലാൻഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഫ്ലാറ്റും എല്ലാം ഇങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ലാൻഡ് ചെയ്യാൻ നേരത്താണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ആയി. അപ്പം നമ്മുടെ ഈ വീലിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ആയതാണ് കേട്ടോ. അപ്പം ലാൻഡ് ചെയ്തു. അപ്പം എനിക്ക് ചെവിവേദന ഉണ്ടായിരുന്നു കേട്ടോ ലാൻഡ് ചെയ്യാൻ നേരത്ത്. അപ്പം ഞങ്ങളങ്ങനെ ലാൻഡ് ചെയ്തു, സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി നമ്മുടെ പ്ലെയിനിൽ നിന്ന്. അവിടെ കുറേ പ്ലെയിൻസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഒമാനിലെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡിലൊക്കെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മാർബിളൊക്കെ വെച്ചിട്ട്. അപ്പം നല്ല രസമാണ് ഒമാനിൽ നമ്മുടെ എയർപോർട്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെ പാറുവാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ഷെയ്ക്കായിട്ടാണ് അവൾ എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പം പാറു നടന്നെടുക്കുമായിരുന്നു കേട്ടോ. ഇതെല്ലാം പാറുവാണ് എടുത്തത്. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ ബാഗ്സൊക്കെ നമ്മുടെ ബാഗും എല്ലാം ആണെങ്കിൽ കളക്ട് ചെയ്യാമെന്നു അങ്ങനെ എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗേറ്റ് നമ്പർ 4 അപ്പോൾ ഇത് അച്ഛനെടുത്താണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വരുന്നതൊക്കെ അച്ഛൻ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ഞാനും പാറും അമ്മയും എല്ലാവരും ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനെയൊക്കെ കണ്ട് അച്ഛനും എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വെളിയിലോട്ട് പോകുന്നുണ്ടോ, പാർക്കിംഗ് ഏരിയയിലേക്ക് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്ന് പോവാണ്. പാറും അമ്മയും എല്ലാവരും ഉണ്ട്, അപ്പോൾ ഞാനും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒമാനിലെത്തി. ഇനി കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ഒമാനിലെ കുറേ വീഡിയോസ് ഇങ്ങനെ നമ്മൾ കാറിൽ കയറി ഈന്തപ്പനകൾ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഒമാനിൽ വന്നിട്ട് ഇപ്പം ഞാൻ വീഡിയോ പാർട്ട് 2 ആണ് കേട്ടോ ഇതിടുന്നത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കാണണേ. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലെത്തി. റൂമൊക്കെ നിങ്ങൾ പണ്ടേ കണ്ടാണല്ലോ. ഇത് നമ്മുടെ
ഇവിടുത്തെ റൂം തന്നെയാണ്. പൂജാമുറി എല്ലാം ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി കഴിച്ചെടുക്കാൻ പറ്റില്ല, കാണിച്ചത്. അപ്പോൾ ഇതിൽ സാലഡും ഒക്കെ ഉണ്ട്, സാലഡും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ബിരിയാണി ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചു കേട്ടോ ബിരിയാണി. ഉണ്ടോ? ഉണ്ടോ? ബിരിയാണി ഉണ്ട്, അതൊക്കെ നമ്മൾ കഴിച്ചു. നല്ല ബിരിയാണി കേട്ടോ. ഇത് പായസമാണ് കേട്ടോ, നമ്മൾ കഴിച്ചില്ല. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ നമ്മളുടെ ഒമാനിലേക്ക്, ട്രിവാൻഡ്രം ടു ഒമാനിലേക്കുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.